Hi friends, welcome to Garam Masala, the magic spices of cooking. കോഴിക്കഞ്ഞി ഓർ ചിക്കൻ പോറേജ്. ഇന്ന് നമുക്ക് മലബാർ ഇഫ്താർ വിഭവമായ കോഴിക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ: ബാസ്മതി റൈസ് അല്ലെങ്കിൽ പൊന്നി റൈസ് 1 കപ്പ്, ചിക്കൻ 300 ഗ്രാം, സവാള 1 കപ്പ് ചോപ്പ് ചെയ്തെടുത്തത്, ഇഞ്ചി 2 ഇഞ്ച് നീളമുള്ള 1 പീസ്, വെളുത്തുള്ളി 4-5 എണ്ണം, തക്കാളി 1 എണ്ണം, ചെറിയ ഉള്ളി 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തെടുത്തത്, കറിവേപ്പില, മല്ലിയില, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, വലിയ ജീരകം പൊടിച്ചെടുത്തത് 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, കടലമാവ് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയെടുത്തത്, നെയ്യ് 3 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാൽ 2 കപ്പ്, ഉപ്പ്. ഇനി നമുക്ക് കോഴിക്കഞ്ഞി തയ്യാറാക്കാം. ഇതിനു വേണ്ടി വലിയൊരു പാൻ എടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലോട്ട് അരി ചേർക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കുരുമുളക്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചെടുത്തത്, ഉലുവ, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 4-5 കപ്പ് വെള്ളം ഒഴിക്കണം. ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കർ ഉപയോഗിച്ചും നമുക്കിത് വേവിച്ചെടുക്കാം. 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കനും റൈസും എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടെ ചേർക്കണം. ഈ ചെറിയ ഉള്ളി നെയ്യിൽ റോസ്റ്റ് ചെയ്ത് അവസാനം ചേർത്ത് കൊടുത്താലും മതിയാവും. നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കണം. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ പരുവത്തിലായിട്ടുണ്ട്. അതായത് നല്ല ലൂസായി വന്നിട്ടുണ്ട്.
നമുക്ക് ആവശ്യമെങ്കിൽ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ യമ്മി ആൻഡ് ടേസ്റ്റി കോഴിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. മല്ലിയില കൊണ്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.